ബലൂണ് വാങ്ങാൻ പോവാ. യെസ്, അങ്ങനെ കാശിക്കുട്ടൻ പറഞ്ഞ പോലെ രാഹുൽ ഏട്ടന് ബർത്ത്ഡേ ആയിട്ടായിരുന്നു. അപ്പോൾ അതാ ഒരു 11:45 ആയപ്പം ഏട്ടനും ഫ്രണ്ട്സും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ കേക്കും ഒരു ഗിഫ്റ്റും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏട്ടൻ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏട്ടനും അവരും എല്ലാവരും കൂടെ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാം ദുബായിൽ. അങ്ങനെ ഇതാ വന്ന് ബലൂണൊക്കെ വീർപ്പിക്കാം. ബർത്ത്ഡേക്കാരൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ബലൂണൊക്കെ വീർപ്പിച്ചു ഞങ്ങൾ. അങ്ങനെ ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന് ചെറുതായിട്ടൊരു സെലിബ്രേഷൻ. Happy birthday to you. Happy birthday to you. അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഒരു സ്നേഹപ്രകടനമൊക്കെ. അപ്പം എൻ്റെ രാഹുലേട്ടൻ ഇന്ന് വയസ്സ് ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ചെറുതാണെങ്കിലും നമുക്കിതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. ഇവിടെ എനിക്ക് ഇത്രയും തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏട്ടനുള്ളതുകൊണ്ട് മാത്രം കേട്ടോ. അങ്ങനെ ഏട്ടൻ എല്ലാത്തിനും സപ്പോർട്ടായതുകൊണ്ട് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരാണ് നമ്മുടെ എന്താ പറയുക ഒരു ധൈര്യം. എല്ലാത്തിനും ഉണ്ട് കേട്ടോ അവർ. അപ്പോൾ അവരൊരിക്കലും നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ, ഫാമിലി തന്നെയാണ്. അങ്ങനെ കാശിക്കുട്ടൻ ഹാപ്പി ടു യു ഒക്കെ കണ്ട് ഹാപ്പിനെസ്സിലിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ കേക്കൊക്കെ മുറിച്ച് ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്താ വിഷ് ചെയ്യുന്നതാണ് കാണുന്നത്. നാട്ടിലൂടെ നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് നമ്മൾ നാട്ടിൽ ചെയ്യും. പക്ഷേ നാട്ടിലായിരുന്നു ഒന്നുകൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ അത്രയ്ക്ക് പറ്റില്ല. നമുക്ക് ഇനി ഒന്നുകൂടെ അടിപൊളിയാക്കാമല്ലേ ഇനി വരുന്ന ബർത്ത്ഡേസൊക്കെ. അങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റ് ഞാൻ കാശിക്കുട്ടനെ കൊണ്ട് കൊടുപ്പിച്ചു കേട്ടോ. Happy birthday, Alia. I'm going now. We'll come back tomorrow. Yeah. We'll see you tomorrow. Biryani also. Please put biryani. Okay. Okay? Okay. Thank you. Okay. അങ്ങനെ അവർ ബൈ പറഞ്ഞു പോയിട്ടോ. ബട്ട് അവർ നാളെ വരും. അങ്ങനെ സുരേഷ് ഏട്ടൻ പറഞ്ഞ ബിരിയാണിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ നാളത്തേക്ക്. അപ്പോൾ കാശിക്കുട്ടന് സങ്കടമാട്ടോ. കാശിക്കുട്ടൻ അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആട്ടോ. അങ്ങനെ അവൻ ഏട്ടനൊന്ന് ബാന്ന് വെറുതെ വിളിച്ചപ്പോഴത്തേക്ക് ഇത് ഓടിയിട്ടോ അവരുടെ പുറകെ. അവന് അവൻ്റെ മാമനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓടി പോകാൻ വേണ്ടി നോക്കിയതാണ്. ബട്ട് കൊണ്ടുപോകില്ല എന്ന് അവനറിയാം. എന്നാലും ഇവിടം വരെ കൊണ്ടുപോയി. പിന്നെ ഞാൻ എൻ്റെ വക ഒന്നുകൂടെ വിഷ് ചെയ്തു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് നമ്മൾ ബിരിയാണീൻ്റെ പരിപാടി തുടങ്ങിയിട്ട് ഒരു 11 മണി 12 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ തുടങ്ങിയത്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി. ഒന്ന് ഞാൻ ബിരിയാണി വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇടാണ്ടിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് രാഹുലേട്ടനും കാച്ചുവിനും ഞാൻ ആദ്യം കൊടുത്തു കേട്ടോ ഫുഡ്. അങ്ങനെ പിറന്നാളുകാരുടെ അഭിപ്രായം കിട്ടി, സൂപ്പറാണെന്നുള്ളത് കേട്ടോ. അത്ര സൂപ്പറൊന്നുമില്ല, എന്നാലും കഴിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ 3 പേരും കൂടെ പിന്നെ വൈകുന്നേരമായപ്പോൾ വൈശാഖേട്ടനും ആശാനും, ഞങ്ങൾ ആശാനെന്ന് വിളിക്കുന്ന കിഷോർ എന്നാണ് കേട്ടോ പേര്. പിന്നെ നമ്മുടെ സുരേഷ് അണ്ണനും ഉണ്ട് കേട്ടോ. സുരേഷ് അണ്ണൻ തമിഴാണ്. ബട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയായിട്ട് എല്ലാവരുമായിട്ട് കമ്പനിയാണ്. അപ്പോൾ അവർക്കും ഫുഡൊക്കെ കൊടുത്തു. ഒരു ബിരിയാണി ഇന്നലെ പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ. അതിന് ഞാൻ ബിരിയാണിയൊക്കെ സെറ്റാക്കി കേട്ടോ. കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഓക്കെ ആയിരുന്നു. എല്ലാവരും അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ എന്നാലും ഒരു ഓക്കെ ബിരിയാണി അത്രേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കട്ടെ അവർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ബൈ ഫ്രം എയർസ് വ്ലോഗ്.